രാജീവ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മഡ് ഗെയിംസിന്റെ ഒരു സീരീസിനകത്ത് ഒരുപാട് ആളുകൾക്ക് ഇഞ്ചുറി വന്ന് സഫർ ചെയ്ത ഒരു ഗെയിമാണെന്ന് തോന്നുന്നു. ബാക്കിയുള്ള ഗെയിംസിനെ അപേക്ഷിച്ച് ഇത് കൂടുതൽ അഗ്രസീവ് ഗെയിം, അതെ അതെ, കൂടുതൽ പേഴ്സണൽ കോൺടാക്ട് ഉള്ള ഗെയിം ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കം കൂടുതലായിരുന്നു. തുടക്ക സമയത്ത് ഇത് തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ കാർത്തികായിരുന്നു തുടങ്ങിയത്. അത് ഭയങ്കര എന്തോ ഒരു ഫണ്ണി ഗെയിം പോലെ തുടക്കൊക്കെ അങ്ങനെയൊക്കെ തുടങ്ങി. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കാർത്തികിന് തന്നെ മനസ്സിലായത് പിന്നെ ഇത് കളി വേറെയാണ് എന്ന്. ഞാൻ നിങ്ങൾ ആ ഗെയിമിനെ ശരിക്കും സീരിയസ് ആയിട്ടാണ് എടുത്തത്. ടീം മെമ്പേഴ്സിന് എങ്ങനെ തോന്നി? എനിക്കൊരിക്കലും സീരിയസ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. ഓഷോയ്ക്ക് സീരിയസ് മാത്രമേ അറിയൂ, ടാക്ടിക്സ് അറിയില്ല. എനിക്ക് ടാക്ടിക്സ് അറിയില്ലെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അല്ല, ആ ടാക്ടിക്സ് അല്ല, മറ്റേ കളിയുടെ മെന്റൽ ടാക്ടിക്സ്. അതിലുണ്ടായിരുന്ന മെന്റൽ ടാക്ടിക്സ്, അതായത് ഫൺ ഗെയിം ആണെന്ന് ആദ്യം തെറ്റിദ്ധരിപ്പിക്കുക, പിന്നെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. സുമോ റെസ്ലിംഗ് ഒരിക്കലും ഫൺ ഗെയിം അല്ല, അവിടുന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇപ്പുറത്തിരിക്കുന്നോ? ഒരു സെക്കൻഡ്, എല്ലാരും ഒന്ന് നിർത്തിക്കേ. കാർത്തിക്, നീ എന്തെങ്കിലും കോമഡി പരിപാടിക്ക് എന്താണ് വന്നിരിക്കുന്നത്? അല്ല അല്ല, പിന്നെ എനിക്ക് മനസ്സിലായല്ലോ നിന്റെ ആറ്റിറ്റ്യൂഡ്. ടീം മെമ്പേഴ്സ് നിന്നോട് സംസാരിച്ചോണ്ട് ഇപ്പുറത്ത് വന്നിരിക്കണോ? അത് നീ അവരെ പരിഹസിക്കുന്നതിന് തുല്യല്ലേ? അല്ലല്ല, പിന്നെ അല്ല, അത് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത്. ടീം മെമ്പേഴ്സിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചോദിക്കണം. ചോദ്യത്തിന് ക്ലിയർ ആയിട്ടുള്ള മറുപടി കൊടുക്കണം. തീർച്ചയായിട്ടും. എനിക്ക് ക്യാപ്റ്റനെ ചലഞ്ച് ചെയ്യണം, കാരണം ഞാൻ ഒട്ടും ക്യാപ്റ്റനായിട്ട് സാറ്റിസ്ഫൈഡ് അല്ല. എന്തുകൊണ്ട്? കാരണം ക്യാപ്റ്റൻസി എന്ന് പറയുന്നത് നമുക്കൊരു മോട്ടിവേഷൻ തരിക, എല്ലാത്തിനും മുന്നിൽ നിൽക്കുക, ഞങ്ങളുടെ ഒരു ഗ്രൂപ്പായിട്ട് ഡിസ്കഷൻ നടത്തുക, ഞങ്ങൾക്ക് ഓരോ ടാറ്റിക്സ് തരിക, അല്ലെങ്കിൽ എന്തൊരു കാര്യത്തിനും മുന്നോട്ട് വരിക എന്നുള്ളതൊരു ക്യാപ്റ്റൻ്റെ ഒരു വലിയൊരു ഉപകാരമാണ്. പക്ഷെ ഞങ്ങൾ ഓരോ ഗെയിംസിനും ക്യാപ്റ്റൻ മുന്നോട്ട് വന്ന അതിന്റെ ഓരോ എന്താണ് അതിന്റെ ടാറ്റിക്സ് എന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. ടീം മെമ്പേഴ്സിനോട് ചോദിച്ചാൽ അറിയാം. ടീം മെമ്പേഴ്സ് ആരൊക്കെ ഇതിനോട് യോജിക്കുന്നു? ഇതിനോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. നമ്മളിവിടെ വന്നിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ഗെയിം കളിക്കാനാണ്. അതെ, അതിലിപ്പോ നമുക്കറിയാം കുറച്ച് കൂടുതൽ എഫേർട്ട് ഇട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എല്ലാവർക്കും കൂടെ പരിക്ക് കാണുന്നുണ്ട്. അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടൊരു ഗെയിമാണ്. അത് തുടക്കം തൊട്ട് അവസാനം വരെയും ഒരു ഫണ്ണ് പോലെയും തമാശ പോലെയും ഫുൾ കോമഡിയൊക്കെ ആക്കാണ്. അപ്പോൾ ഒരു ഗെയിമിന് ഞാൻ അത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ചോദിച്ചു, കാരണം നമ്മൾ 4 പേരും കൂടെ ഡിസ്കസ് ചെയ്യുമ്പോൾ പുള്ളി അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പുള്ളിയോട് പോയി ചോദിച്ച സമയത്ത് നമുക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി ചെയ്താൽ ആദ്യം നമുക്ക് പഴം പുഴുങ്ങിയതും പുട്ടും കഴിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ അനീഷും ഓഷവും തമ്മിലുള്ളതൊക്കെ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ പോകുന്നതാണ്. അതുമായിട്ട് നമുക്ക് ഫസ്റ്റ് ഗെയിം കമ്പയർ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അത് എല്ലാ ഭാഗത്തും ഫണ്ണാകുന്ന സമയത്ത് ഇറ്റ്സ് നോട്ട് ഫെയർ അല്ലേ? അതിനുവേണ്ടിയല്ല നമ്മളോട് വന്നിരിക്കുന്നത്. ദാറ്റ്സ് മൈ പോയിന്റ്. കാർത്തി എന്താ മറുപടി പറയുന്ന? അല്ല സാർ, ഞാൻ എല്ലാവരുമായിട്ടും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അവരത് തെറ്റായ രീതിയിലാണ് അത് പെർസീവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇപ്പം ആദ്യം ഓഷോ തന്നെ പറയുന്നുണ്ട് പുള്ളിക്കാർക്ക് ടീമിനെ ജയിപ്പിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഷോനെ തിരഞ്ഞെടുത്തത്. ഇപ്പം ഒരു വലിയ ഡിസ്കഷൻ നടന്നല്ലോ, കാരണം നമ്മുടെ ഗെയിമിന്റെ ഡിസ്കഷനിലായിരുന്നു ഒരു ടീമിന്റെ ഇന്റേണൽ ഇഷ്യൂ ആയിരുന്നു. ക്യാപ്റ്റൻ കാർത്തിക് ക്യാപ്റ്റനായി തുടരുന്നതിൽ താല്പര്യമില്ല എന്നുള്ള എത്ര ടീം മെമ്പേഴ്സ് ഉണ്ട്? കൈവക്കും. ഒരു മനുഷ്യൻ പോലും ഇല്ല കാർത്തിക് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ.